ജവഹർ നവോദയ വിദ്യാലയത്തെ പറ്റി വിശദീകരിക്കുന്നതിനാണ് ഞാനിപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന പൂർണ്ണമായി കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് PM ശ്രീ ജവഹർ നവോദയ വിദ്യാലയം. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ +2 SSLC റിസൾട്ടിൽ രാജ്യത്തെ ടോപ്പർ ജവഹർ നവോദയയാണ്. അതോടൊപ്പം കുട്ടികളുടെ പഠനം, ഭക്ഷണം, താമസം, മറ്റ് സൗകര്യങ്ങൾ, പഠനോപകരണങ്ങൾ എല്ലാം സൗജന്യമായി ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ്. 6, 9, +1, അതായത് 6ാം ക്ലാസ്, 9ാം ക്ലാസ്, +1 എന്നീ ക്ലാസ്സുകളിലേക്കാണ് ജവഹർ നവോദയയിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. അതും എൻട്രൻസ് എക്സാമിലൂടെയാണ് അഡ്മിഷൻ ലഭിക്കുക. 6ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസ് എക്സാമിന് അപേക്ഷ നൽകുകയും എക്സാം എഴുതുകയും വേണം. അതുപോലെ തന്നെയാണ് 9ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അപേക്ഷ നൽകണം. +1ന് അഡ്മിഷൻ ലഭിക്കുന്നതിന് കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസ് എക്സാമിന് അപേക്ഷ നൽകുകയും പരീക്ഷ എഴുതുകയും വേണം. ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജവഹർ നവോദയയിൽ 6ാം ക്ലാസ്സിൽ അടുത്ത അധ്യയന വർഷം അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി എൻട്രൻസ് എക്സാമിന് അപേക്ഷ സമർപ്പിക്കേണ്ട സമയമാണ്. 29ാം തീയതിയാണ് എൻട്രൻസ് എക്സാമിന് അപേക്ഷ നൽകേണ്ടതിൻ്റെ അവസാന തീയതി. ഈ മാസം തന്നെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാൾ ടിക്കറ്റ് ലഭിക്കുകയും തുടർന്ന് എക്സാമിൻ്റെ സെൻറ്റർ ലഭിക്കുകയും എക്സാമിൽ പാസ്സായാൽ അടുത്ത അധ്യയന വർഷത്തിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇടുക്കി ജില്ലയിലെ ജവഹർ നവോദയ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് കുളമാവിലാണ്. വളരെ നല്ല ഒരു ക്യാമ്പസ്, ഏറ്റവും നല്ല അന്തരീക്ഷത്തിൽ, ഏറ്റവും നല്ല കാലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്യാമ്പസ്. രാജ്യത്തെ തന്നെ ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ ടോപ്പറായിട്ടുള്ള ഒരു വിദ്യാലയമാണ് ഇടുക്കി കുളമാവിൽ സ്ഥിതി ചെയ്യുന്ന ജവഹർ നവോദയ വിദ്യാലയം. പല ആളുകളും എന്നെ ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട്, ജവഹർ നവോദയ വിദ്യാലയത്തിൽ കുട്ടികളെ വിടുന്നതിൻ്റെ ഗുണങ്ങൾ, അതോടൊപ്പം കുട്ടികൾ പേരൻസിൻ്റെ അടുത്തു നിന്നും മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പല ആളുകളും എന്നെ വിളിച്ച് അന്വേഷിക്കാറുണ്ട്. കാരണം എൻ്റെ ഇളയ കുട്ടി നിളാപാർവതി ജവഹർ നവോദയ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എൻ്റെ മകൾ എൻട്രൻസ് എഴുതിയത് ഏതെങ്കിലും ഒരു കോച്ചിങ്ങിനോ കാര്യങ്ങൾക്കോ പോയിട്ടല്ല. എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഒരു ബുക്ക് വാങ്ങി പഠിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻട്രൻസ് എക്സാമിൽ പാസ്സാവുകയും അഡ്മിഷൻ ലഭിക്കുകയും ചെയ്ത സമയത്ത് പല ആളുകളും കുട്ടിയെ ജുവനൈൽ ഹോമിൽ വിടുകയാണോ എന്ന് വരെ ചോദിച്ച ആളുകളുണ്ട്. പേരൻസിനെ സംബന്ധിച്ച് ഒരു പേരൻറ്റിങ് നമുക്ക് നടത്താൻ സാധിക്കില്ല എന്നൊക്കെ ആശങ്കപ്പെടുന്ന ആളുകളുണ്ട്. അതോടൊപ്പം 6ാം ക്ലാസ്സിലേക്ക് മാത്രം പഠിക്കാൻ പ്രായമായ കുട്ടി നമ്മളെ വിട്ട് പിരിഞ്ഞ് മറ്റൊരു ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്കുണ്ടാവും, അത് കുട്ടികൾക്കും ഉണ്ടാവും. പക്ഷേ അത് വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ച് അത്ഭുതകരമായിട്ടുള്ള ചേഞ്ചാണ് ജവഹർ നവോദയ വിദ്യാലയത്തിൽ ഞങ്ങളുടെ കുട്ടി പഠിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും ഞങ്ങളുടെ കുട്ടി ഇവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. പ്രത്യേകിച്ച് സാമ്പത്തികപരമായി വളരെ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. പഠിക്കാൻ കഴിവുണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഇതൊരു അനുഗ്രഹമായിരിക്കും. നവോദയ വിദ്യാലയത്തിൽ എൻട്രൻസ് എക്സാമിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥി അപേക്ഷിക്കുന്ന ജില്ലയിൽ തന്നെ താമസിക്കുന്ന ആളായിരിക്കണം. അപേക്ഷകൾ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വെബ്സൈറ്റിൻ്റെ അഡ്രസ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകേണ്ട ലിങ്ക്, അതോടൊപ്പം തന്നെ അപേക്ഷാ ഫോമിൻ്റെ PDF കോപ്പി, പ്രോസ്പെക്ടസ്, ഇടുക്കി നവോദയയിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറുകൾ എന്നിവ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട്. ഓൺലൈനായി അപേക്ഷ നൽകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ PDF ഫോം ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി പൂരിപ്പിച്ച് കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം ആ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്ത് നൽകിയാൽ സ്കൂളിൽ നിന്ന് തന്നെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട്.